പ്രവിയെ, നമ്മുടെ സാധനം എടുത്തേ ഒരു 5 ദിവസത്തേക്ക്. അയ്യോ, വയറുവേദന കൊണ്ട് ഒരു രക്ഷയില്ല. എന്ത് സാധനമാ സുന്ദരൻ ചേട്ടാ? ഒന്നും അറിയാത്തതുപോലെ. എടോ, ഞാൻ 3-4 മാസമായിട്ട് സ്ഥിരമായിട്ട് വാങ്ങുന്ന ഗുളികയില്ലേ, അതിങ്ങ് തരാൻ. കഴിഞ്ഞ തവണ വാങ്ങിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇനി തരില്ലാന്ന്. വേണമെങ്കിൽ ഡോക്ടറുടെ കുറിപ്പ് വേണം. ഛേ, നീ എന്താടാ ആളറിയാത്തതുപോലെ പെരുമാറുന്നേ? ഒന്നുമില്ലല്ലോ, നമ്മൾ ബന്ധുക്കളല്ലേ. അതുകൊണ്ട് കൂടിയാ പറയുന്നേ. ഈ സ്ഥിരമായി വരുന്ന വയറുവേദന അത്ര നല്ലതല്ല. അത്യാവശ്യമായിട്ട് ചേട്ടൻ ഒരു ഡോക്ടറെ കാണണം. എന്റെ പൊന്നു പ്രവിയെ, എന്തിനാ വെറുതെ ഡോക്ടർക്ക് ഫീസ് കൊടുക്കുന്നേ? നീ എന്നെ കുത്തുവാള എടുപ്പിക്കൂ. ജീവിതം കുത്തുവാള എടുത്ത് പോകാതിരിക്കാനാ ചേട്ടാ ഞാൻ ഈ പറയുന്നേ. ഇനി വല്ല ക്യാൻസറോ മറ്റോ ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എത്രയും പെട്ടെന്ന് ചേട്ടൻ ഒരു ഡോക്ടറെ കണ്ട് പരിശോധിപ്പിക്കേ പ്ലീസ്. വളരെയധികം പേർക്കുള്ള ഒരു ശീലമാണിത്. എന്തെങ്കിലും ലക്ഷണം കണ്ടാൽ ഉടനെ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് സ്വന്തം നിലയ്ക്ക് മരുന്ന് വാങ്ങി കഴിക്കും. അത് തെറ്റായ ശീലമാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഓർക്കൂ, രോഗത്തിനാണ് ചികിത്സ വേണ്ടത്, അല്ലാതെ രോഗലക്ഷണങ്ങൾക്കല്ല. അപകടകാരിയായ ക്യാൻസർ പോലുള്ള രോഗങ്ങളുടെ ലക്ഷണങ്ങളെ വേദന സംഹാരികൾ കൊണ്ട് തോൽപ്പിക്കാനാവുമോ? ഇല്ല. വിവേകപൂർണമായ തീരുമാനമെടുക്കണം നമ്മൾ.